വെറും 20,000 രൂപ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് 20 കോടി രൂപ നേടാം എന്ന് അറിയാമോ? അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ സുബീഷാണ്. റുപ്പിമോങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമോങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നല്ല ഷെയറുകളിൽ മാർക്കറ്റ് ലീഡറായിട്ടുള്ള വളരെ നല്ല ബിസിനസ്സുള്ള വളരെ നല്ല ഗ്രോത്ത് കാണിക്കുന്ന ഷെയറുകളിൽ തുടർച്ചയായിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേത് നിക്ഷേപത്തിനേക്കാളും വളരെ വലിയൊരു നേട്ടം നേടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 20,000 രൂപ വെച്ച് ഓരോ മാസവും നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 20 കോടി രൂപ ഉണ്ടാവുന്നതിനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയാനായിട്ട് പോവുകയാണ്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഇന്ത്യൻ എക്കണോമി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് വളരുന്നത് എന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് ഈ ഒരു 20 കോടി എന്ന് പറഞ്ഞൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇത് സ്വന്തമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് നാൾ മുമ്പ് മുതൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. ഞാൻ അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ട് അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് അഡീഷണലായിട്ടൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടവർക്ക് സെറോദയുടെയോ 5 പൈസയുടെയോ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു കുറച്ച് സമയമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എല്ലാവർക്കും ഇത് നല്ലതാണ് എന്ന് തോന്നണമെന്നില്ല. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എതിരഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യുകയും ചെയ്യാം. എപ്പോഴും പറയാറുള്ള പോലെ മാർക്കറ്റിലുള്ള വ്യതിയാനങ്ങൾ ഈ സ്റ്റോക്കുകളെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. റിസ്ക് വളരെ കൂടുതലുള്ള ഒരു നിക്ഷേപമാണ് സ്റ്റോക്കുകൾ. അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും റിസ്ക് എടുക്കാനുള്ള കഴിവിനനുസരിച്ച് മാത്രം ഈ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായിട്ട് നമ്മളുടെ ഒരു സർവീസ് ഉണ്ട്. അത് ആസ്ക് റുപ്പിമോങ്ക് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസാണ്. നിങ്ങൾക്കതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ മെത്തേഡിനെ പറ്റി പറയാം. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത 20 വർഷം ഓരോ മാസവും 20,000 രൂപ വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇന്നാണ് തുടങ്ങാൻ പോകുന്നതെങ്കിൽ ഈ മാസം നിങ്ങൾ 20,000 രൂപ സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാനുള്ള ഒരു ഫണ്ടായിട്ട് 20,000 രൂപ കണ്ടെത്തുക. അടുത്ത മാസവും 20,000. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു 20,000 രൂപ ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ഒരു 20,000 രൂപ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് 5,000 രൂപയിലോ 10,000 രൂപയിലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ 20,000 ഉണ്ട് എന്നുണ്ടെങ്കിൽ 20 കോടി രൂപയിലേക്ക് എത്താം 20 വർഷം കൊണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കുറവ് സംഭവിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് ഈ 20,000 രൂപ ഓരോ വർഷവും 20% വെച്ച് കൂട്ടണം എന്നുള്ളതാണ്. ഈ വർഷം 20,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷം 20% വർദ്ധിപ്പിച്ചിട്ട് 24,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഓരോ വർഷവും 20% വെച്ച് കൂട്ടണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാർക്കറ്റ് ലീഡറായിട്ടുള്ള ഒരു 10 സ്റ്റോക്കുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഫോളോ ചെയ്യുന്ന 10 സ്റ്റോക്കുകൾ ഇതൊക്കെയാണ്. HUL ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നുള്ള കമ്പനിയാണ് ഒന്നാമത്തേത്. അതായത് മാർക്കറ്റിലെ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, അതായത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിപണനം ചെയ്യുന്നതുമായിട്ടുള്ള കമ്പനിയാണ് HUL. വളരെ വലിയ വളരെ നല്ല വളരെ ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണ്. രണ്ടാമത്തേത് TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ്. മൂന്നാമത്തേത് HDFC ബാങ്കാണ്, ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്കുകളിൽ ഏറ്റവും മികച്ച ബാങ്കുകളിലൊരെണ്ണമാണ്. നാലാമത്തെ സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. പെയിൻറ്റ് നിർമ്മാതാക്കളായിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള കമ്പനിയാണ്. അഞ്ചാമത്തേത് അമരരാജ ബാറ്ററീസ് ആണ്. വാഹനങ്ങളുടെയും അല്ലാത്ത ആവശ്യങ്ങൾക്കുമായിട്ടുള്ള ബാറ്ററികൾ നിർമ്മിക്കുന്ന സ്ഥാപനമാണ്. ആറാമത്തേത് ടയറുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ആണ്. ഏഴാമത്തേത് അജന്ത ഫാർമ, വളരെ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. എട്ടാമത്തേത് മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് MCX എന്ന് പറയും. ഇന്ത്യയിലെ ഒരു കമോഡിറ്റി എക്സ്ചേഞ്ച്
സർവീസാണ് MCX. വളരെ വലിയ പൊട്ടൻഷ്യലുള്ള ഒരു കമ്പനി. 9ാമത്തേത് ACC സിമൻ്റാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിപണനം നടക്കുന്ന, ഏറ്റവും നല്ല മാർക്കറ്റ് മൂല്യമുള്ള ഒരു സിമൻറ്റ് കമ്പനി. 10ാമത്തേതും അവസാനത്തേതുമായിട്ട് കമ്പനി ദീപക് നൈട്രേറ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയാണ്. വളരെ നല്ലൊരു കമ്പനിയാണ്. വളരെ ഗ്രോത്ത് തരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കരുതുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ 10 സ്റ്റോക്കുകളാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഞാൻ കണ്ണും പൂട്ടി ചെന്ന് ഓരോ മാസവും വാങ്ങുകയല്ല ചെയ്യുന്നത്. ഞാൻ ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഈ 20,000 രൂപ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് പുതിയ ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഓരോ മാസവും ശമ്പളം കിട്ടുമ്പോൾ 20,000 രൂപ ഇപ്പോൾ ഞാൻ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓടിച്ചെന്നങ്ങ് ആ 20,000 രൂപയ്ക്ക് അന്നങ്ങ് വാങ്ങുകയല്ല ചെയ്യുന്നത്. ഞാൻ 3 കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ആ 10 സ്റ്റോക്കുകളിൽ വാങ്ങൽ നടത്താറുള്ളൂ. അതായത് മൂവിങ് ആവറേജ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ സ്റ്റോക്കുകളുടെ പ്രൈസുകളിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങൾ കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് മൂവിങ് ആവറേജ്. ഇപ്പോൾ 200 ദിവസത്തെ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ 200 ദിവസം ആ സ്റ്റോക്കുകളിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ആവറേജാണ് ഈ 200 ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത്. അതുപോലെ 50 ഡേ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ദിവസത്തെ മൂവിങ് ആവറേജ്. അപ്പോൾ ഞാൻ സ്റ്റോക്കുകൾ വാങ്ങുക, ഒരു സ്റ്റോക്കിൻ്റെ വില അതിൻ്റെ 50 ദിവസത്തെ മൂവിങ് ആവറേജിനും 200 ദിവസത്തെ മൂവിങ് ആവറേജിനും താഴെ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ സ്റ്റോക്ക് വാങ്ങുകയുള്ളൂ. അപ്പോൾ ഒരു മാസം നോക്കുമ്പോൾ ചിലപ്പോൾ ഈ 10 സ്റ്റോക്കുകളിൽ ഒരെണ്ണം ചിലപ്പോൾ അങ്ങനെ താഴെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ നിൽക്കുന്ന ആ സ്റ്റോക്ക് 20,000 രൂപയ്ക്കും വാങ്ങും. ചിലപ്പോൾ നോക്കുമ്പോൾ 2 സ്റ്റോക്കുകൾ അങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 2 സ്റ്റോക്കുകളും 10,000 രൂപ വെച്ച് ആ 2 സ്റ്റോക്കുകളും വാങ്ങും. ചിലപ്പോൾ 4 ആണെന്നുണ്ടെങ്കിൽ 5,000 വെച്ചതിന് 4 വാങ്ങിക്കഴിഞ്ഞാൽ 5,000 ആയല്ലോ. അപ്പോൾ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു തന്നു മാത്രം. ഇത് പരമാവധി മാർക്കറ്റ് ഇറങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഒന്നും കണ്ടില്ല എന്ന് കരുതുക, ഒരു പ്രത്യേക മാസം നമ്മൾക്ക് ഈ മൂവിങ് ആവറേജുകൾക്ക് താഴെ ഒരു സ്റ്റോക്കുകളും അങ്ങനെ താഴെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ മാസം ആ പൈസ ഒരു ഓൺലൈനായിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് അതിനെ മാറ്റും. ഒരു മാസത്തെ കാലാവധിയിൽ അങ്ങ് മാറ്റി വയ്ക്കും. അടുത്ത മാസം അടുത്ത 20,000 രൂപ കൂടെ കൂട്ടി 40,000 രൂപ നമ്മൾക്ക് പറ്റുന്ന സ്റ്റോക്കുകളുണ്ട് അതിലേക്ക് നിക്ഷേപിക്കും. അപ്പോൾ ഈ മൂവിങ് ആവറേജിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ നോക്കാറുണ്ട്. RSI, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അതൊരു ലീഡിങ് ഇൻഡിക്കേറ്ററാണ്. RSIയുടെ വാല്യൂ 30-ൽ താഴെ വന്നിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് കുറേ അധികം വിറ്റ് പോയിട്ടുണ്ട്, അതിനി മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതും നമ്മൾ നോക്കാറുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ മൂവിങ് ആവറേജും RSIയും സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കുകളെല്ലാം തന്നെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വ്യൂ ചാർട്ട് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FX എന്ന് പറഞ്ഞിട്ടുള്ള മെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് ചെയ്യാനുള്ള ഏരിയ കിട്ടും. അവിടെ MOV എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൂവിങ് ആവറേജ് കിട്ടും. അപ്പോൾ അവിടെ ആവറേജ് അതിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളടത്ത് 50 എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ആ കളറ് ഒരു പിങ്ക് കളറായിട്ട് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ആ പിങ്ക് കളർ ലൈനാണ് മൂവിങ് ആവറേജ് 50 ദിവസത്തെ. അതുപോലെ 200 ദിവസത്തെ മൂവിങ് ആവറേജ് സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ വീണ്ടും അതേ പ്രൊസീജിയർ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 200 ദിവസത്തെ മൂവിങ് ആവറേജ് ഞാനിപ്പോൾ ഒരു ബ്ലൂ കളറായിട്ട് സെറ്റ് ചെയ്യുകയാണ്. അത് ചെയ്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. ഇനി RSI സെറ്റ് ചെയ്യുന്നതിനായിട്ട് ആ FX എന്നുള്ളതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്യുന്നിടത്ത് RSI എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിൻ്റെ ഇത് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡ്യൂറേഷൻ മാറ്റേണ്ട കാര്യമില്ല. ഓവർ സോൾഡും ഓവർ ബോട്ടും 70-ഉം 30-ഉമായിട്ട് സെറ്റ് ചെയ്യുക. അതിൻ്റെ കളറുകൾ ഞാനൊരു യെല്ലോ കളറും ഒരു ഓവർ ബോട്ട് ആകുമ്പോൾ ഒരു
മെറൂൺ കളറും കൊടുക്കുന്നു. അതായത് താഴെ നിങ്ങൾക്കിപ്പോൾ ഒരു ലൈൻ പോലെ കാണാം. അത് ഓവർ ബോട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ കളറിൽ, ഓവർ സോൾഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ യെല്ലോ കളറിലും, ഓവർ ബോട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ മെറൂൺ കളറിലും കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നു, ഇത് മൂന്നും സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ദിവസം അല്ലെങ്കിൽ നമ്മൾക്ക് കയ്യിൽ പൈസ വരുന്ന ദിവസം നമ്മൾ ഓരോ ഈ 10 സ്റ്റോക്കുകളുടെയും ഡീറ്റെയിൽസ് എടുത്ത് നോക്കും. അത് ഓവർ ബോട്ടായിട്ടുണ്ടോ, ഓവർ സോൾഡ് ആയിട്ടുണ്ടോ, അതിന് മൂവിങ് ആവറേജിന് മുകളിലാണോ പ്രൈസ്, താഴെയാണോ പ്രൈസ് എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്യുക. അങ്ങനെ നോക്കി നമ്മൾക്ക് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന സമയത്ത് നമ്മൾ അതിലൊരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ കാണിച്ചിട്ടുള്ള പോലെ നമ്മൾ ഓരോ സ്റ്റോക്കിൻ്റെയും മൂവിങ് ആവറേജുകളും 200 ദിവസത്തെ മൂവിങ് ആവറേജും 50 ദിവസത്തെ മൂവിങ് ആവറേജും കമ്പയർ ചെയ്തുകൊണ്ട്, അതോടൊപ്പം തന്നെ RSI വാല്യൂ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ബൈയിങ് ഡിസിഷൻ എടുക്കും. ഇനി ഈ കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം കൂടെ നമ്മൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. നമ്മൾക്ക് 20 വർഷം കൊണ്ട് 20 കോടി രൂപ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ചെയ്താൽ നടക്കില്ല. അതേസമയം തന്നെ നിങ്ങൾക്ക് സ്റ്റോക്കിൽ നിന്ന്, ഈ പറയുന്ന നല്ല സ്റ്റോക്കുകളിൽ നിന്ന് ഇടക്കാലത്ത് നമുക്ക് വലിയൊരു ലാഭം ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ പ്രൈസ്, സ്റ്റോക്കിൻ്റെ പ്രൈസ് 50-day മൂവിങ് ആവറേജിനും 200-day മൂവിങ് ആവറേജിനും മുകളിലാണ് എന്ന് കരുതുക. അതുപോലെ തന്നെ RSI ഒരു 70 എന്നുള്ള വിലയ്ക്ക് മുകളിലാണ് എന്നും കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാൾ 25-30% ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. പക്ഷേ ആ സമയത്ത് മറ്റേ 20 കോടിയുടെ കാര്യം ഓർക്കരുത്. നമ്മൾ ഈ ലാഭം ബുക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യാനോ നമ്മൾ കാര്യങ്ങൾ നടത്തുന്നതിനായിട്ട് ഉപയോഗിക്കാം. ലോങ് ടേം ആയിട്ടുള്ള ഒരു വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളങ്ങനെ ഇടയ്ക്ക് ലാഭം എടുത്താൽ ശരിയാവില്ല. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. ഓരോ വർഷവും 20% നിങ്ങൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ കമ്പനികൾ ഏകദേശം 20% ഉയർച്ച കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 20,000 രൂപ നിങ്ങൾ ഇപ്പോൾ എഴുതുന്ന 20,000 രൂപ 20 വർഷം കഴിയുമ്പോൾ 20 കോടിയായി മാറും എന്നുള്ളതിൽ കണക്കുകൾ അതാണ് പറയുന്നത്. ഈ ഒരു അപ്രോച്ചിനെ പറ്റി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം, അതല്ല നിങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിനുള്ള നമ്പറാണ്, വാട്സപ്പ് നമ്പറാണ് 8848030018. ഇതോടൊപ്പം നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള 2 ലോങ് ടേം വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള 2 വീഡിയോകൾ കൂടെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക.